ദൈവം. ആ തേജസ് എത്ര വലുതാണെന്നൊന്ന് ആലോചിച്ച് നോക്കി. ആ മഹത്വം എത്ര വലുതായി. നമ്മളും ആ തേജസ്സുള്ള ശരീരത്തോട് നമ്മുടെ ശരീരം തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ആ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ഇതങ്ങ് മാറും. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന എല്ലാവരും ആ ക്രിസ്തുവിന്റെ തേജസ് പ്രാപിച്ച് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ക്രിസ്തുവിനോട്, യേശു ക്രിസ്തുവിനോട്, ദൈവത്തോട് അനുരൂപപ്പെടും. ഹല്ലേലൂയ. അവിടെ രോഗമില്ല, അവിടെ വേദനകളില്ല, അവിടെ ഇല്ലായ്മകളില്ല. സമൃദ്ധിയാ, സമൃദ്ധി, എല്ലാത്തിന്റെയും സമൃദ്ധിയാ. അവിടെ വിശപ്പില്ലാതാകണില്ല. ഇത് വെറും ഇല്യൂഷൻസ് അല്ല, സംഭവിക്കാൻ പോവുക. നമ്മൾ അങ്ങനെ ഒരു രാജ്യത്തേക്ക് നമ്മളെ പറിച്ചു നടാൻ പോവുക. അതിനാണ് നമുക്ക് നമ്മളെ ദൈവരാജ്യത്തിൽ ഇരുത്തിയിരിക്കുന്നത്. അവിടുത്തെ പൗരത്വം നമ്മുടേത്. ഇപ്പം ദേവദാസൻ തന്നെ പറഞ്ഞു, അവിടെ പൗരത്വമുള്ളവരെന്താ ചെയ്യുന്നത്? അവിടെ പൗരത്വം ഉണ്ടെങ്കിൽ എന്താ ചെയ്യാൻ പോകുന്നത്? ഇപ്പൊ നമുക്ക്, ഞങ്ങൾ ഗൾഫിലായിരുന്നു കുറച്ച് വർഷങ്ങൾ. ഗൾഫിൽ നിന്ന് ഞങ്ങൾ ഒരു 10-20 വർഷത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടായിരുന്ന ഒരു 10-15 കാർട്ടൂണിനകത്തൊക്കെ കെട്ടി ഞങ്ങൾക്ക് പൗരത്വമുള്ള ഇന്ത്യയിലേക്ക് ഇങ്ങ് പോകുന്നു. അല്പം പൈസയൊക്കെ ഉണ്ടായിരുന്നു. അത് നേരത്തെ അയച്ചു. ഉണ്ടായിരുന്നൊക്കെ വിറ്റു. ഞങ്ങൾക്ക് അവിടെ വിൽക്കാൻ പറ്റാവുന്നതൊക്കെ വിറ്റ് ഞങ്ങൾക്ക് പൗരത്വമുള്ള ഇന്ത്യയിൽ, കേരളത്തിൽ ഇടമണ്ണെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീടൊക്കെ വാങ്ങി അവിടെ നമ്മൾ സെറ്റിലായി. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ അല്ലേ? ആ പൗരത്വമുള്ള സ്വർഗത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇവിടുത്തെ ഒന്നും നമ്മളിനി, എനിക്ക് 60 വയസ്സായി, ഇനി എപ്പോ അടുത്ത സെക്കൻഡിൽ പോകാനും നമ്മൾ ഞാനങ്ങ് തയ്യാറാകുക. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ തയ്യാറായിട്ട് ഇവിടെ ഉള്ളതൊക്കെ എന്തു ചെയ്യും? നമ്മൾ ഞാനെന്താ ചെയ്യുന്നത്? ഞാൻ ഡിസ്പോസ് ചെയ്യും, വിറ്റ് എനിക്ക് പൗരത്വമുള്ള ഒരു നാടും നിത്യ യുഗങ്ങൾക്ക് കർത്താവിനോട് കൊണ്ട് വാഴുവാൻ എനിക്കൊരു നല്ല വീടവിടെ ആവശ്യം. അത് ഞാൻ ഇതാണ് വിറ്റിട്ട് എന്നായി അവിടെ ഒരു നല്ല വീടിന് വേണ്ടി ഇഷ്ടികയും സിമെന്റും അതുകൊണ്ടൊന്നും അല്ല അവിടെ ഉണ്ടാക്കുന്നത്. പക്ഷെ അവിടെ ഉള്ള ശ്രേഷ്ഠമായ തീയിൽ നശിക്കാത്ത ഒരു വീട് കർത്താവ് നമുക്ക് വേണ്ടി അവിടെ അതിന് വേണ്ടിയിട്ട് ചിലർ നിന്ന് അയക്കും. ഇവളൊക്കെ വിറ്റ് ഇവളൊക്കെ ഡിസ്പോസ് ചെയ്ത് വീടും അല്ലെങ്കിൽ അല്പം കിടക്കാനോ ഒരു കിടപ്പാടം കൊണ്ട് കേട്ടോ, അതില്ലെന്നല്ല, സ്ഥലങ്ങളും വസ്തുക്കളും ഒക്കെ വിറ്റ് കർത്താവിന് വേണ്ടിയിട്ട് അവിടെ താമസിക്കാനായിട്ട് നല്ല വീടിന് വേണ്ടിയിട്ട് നിത്യയുഗങ്ങൾ ആ ജീവിതത്തെ കുറിച്ച് പറയുന്നത് നിത്യ യുഗങ്ങൾ നമ്മൾ കർത്താവിനോട് വാഴുമെന്നാണ്. അതിന്റെ അന്തമില്ല കേട്ടോ, ഇൻഫിനിറ്റിയാ എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ചതിന് പുറകിലുള്ള സമയം നമുക്കറിയത്തില്ല. നമ്മൾ എത്ര നാള് ഈ ഭൂമി ഉണ്ടായിരുന്നെന്നോ നമുക്കറിയത്തില്ല. അതുപോലെ നിത്യത മുന്നോട്ടുണ്ട്. നമ്മുടെ ഈ 60 അല്ലെങ്കിൽ 70, 80 വർഷം നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഒരുങ്ങാനാണ്, ആ നിത്യതയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങാനാണ്. ഇവിടെ ഞാൻ 10-15 വർഷം അല്ലെ 17 വർഷം ജോലി ചെയ്തു, കുറച്ച് കൂട്ടി വെച്ചു. എന്റെ കുഞ്ഞുങ്ങളും കുറെ കൂട്ടി വെക്കും. എന്തിനു വേണ്ടിയിട്ട്? അത് മറുപടി ഉണ്ടോ? നമ്മളിവിടെ എന്റെ പിതാക്കന്മാർ സമ്പാദിച്ചതെങ്കിൽ ഉണ്ടെങ്കിൽ അത് കൂട്ടി വെച്ചു, ഞാൻ കുറെ ജോലി ചെയ്ത് കൂട്ടി വെച്ചു. എന്റെ കുഞ്ഞുങ്ങൾ ഇനിയും അവർക്ക് വേണ്ടി അവർക്ക് പറ്റുന്ന രീതിയിൽ അവരും കൂട്ടി വെക്കും. എന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ പറയാം നമ്മൾ ഇവിടുന്ന് പോകാൻ പോകണം. സ്തോത്രം. അപ്രത്യാശ എന്ന് വർദ്ധിക്കണം. നമ്മൾ ഇവിടുത്തുകാരല്ല, നമ്മൾ ഈ രാജ്യത്തിനുള്ളതല്ല, നമ്മൾ ഈ ലോകത്തിനുള്ളതല്ല. നിങ്ങൾ ഈ ലോകത്തിനുള്ള അല്ലാത്തതുകൊണ്ടാണോ നിങ്ങൾ പകയ്ക്കുന്നത്? നിങ്ങൾ ലോകം പകയ്ക്കും. നിങ്ങളെ ലോകം ഡെഫിനറ്റ്ലി കർത്താവിനെ പകച്ചെങ്കിൽ നമ്മളെ പകയ്ക്കും. നമ്മുടെ അയൽവക്കക്കാർ പകയ്ക്കും. അതെന്തിനാണെന്നറിയാം? നമ്മൾ മരിച്ചിട്ടുണ്ടോ? നാം ക്രിസ്തുവിനോട് ആ വാക്യങ്ങളൊന്ന് വായിക്കാമോ? അതേ ഫിലിപ്പിയ ലേഖനത്തിൽ 3:10 അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും മരിച്ചവരുടെ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച്
എല്ലാം ചപ്പും ചവറും നിന്നും. എന്തിനാണെന്നറിയോ? എന്താ ചപ്പും ചവറും ഒക്കെ ഉണ്ടെന്ന്? അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ട് എങ്ങനെയാണ് പറ്റുന്നതെന്നാ പറഞ്ഞിരിക്കുന്നത് 10-ാം വാക്യത്തിൽ. അവന്റെ മരണത്തോട് അനുരൂപപ്പെടണം. മരണത്തോട് എങ്ങനെ അനുഭവപ്പെടുന്നത്? കൂട്ടായ്മയും ഇതൊക്കെ അനുഭവിക്കണമെങ്കിൽ നമ്മൾ മരിക്കണമെന്ന്. എങ്ങനെ മരിക്കണം? ക്രിസ്തുവിനോട് കൂടെ ക്രൂശിൽ നമ്മളും മരിക്കണം, അല്ലേ? ക്രിസ്തുവിനോട് കൂടെ മരിക്കണം, കൂടെ മരിക്കണം. അപ്പൊ ഒരു പുള്ളി എന്നിട്ട് കുന്തമോട് കുത്തു നോക്കി മരിച്ചോ? യേശു മരിച്ചോ? മരിച്ചെങ്കിൽ പിന്നെ അനങ്ങുമോ? കുത്തിയപ്പോ അനങ്ങുമോ? കടന്ന് പടയ്ക്കോ? ഒന്നും ചെയ്തില്ല, മരിച്ചു. ഇടയ്ക്ക് നമ്മളെ നമ്മുടെ അയൽവക്കക്കാരെയൊക്കെ ഏൽപ്പിക്കും, അവനൊന്ന് കുത്തി നോക്ക്, അവന്റെ പടലൊക്കെ ഒന്ന് കുത്തി നോക്കിക്കുക, കുന്തം വെച്ച് അവൻ ജീവനുണ്ടോന്നറിയാം, അവൻ മരിച്ചോന്നറിയാം. ചിലപ്പോ വീട്ടിൽ ചിലരെ ഏൽപ്പിക്കും, വീട്ടിനകത്ത് നമ്മുടെ സഹോദരങ്ങളെ ഏൽപ്പിക്കും, കുഞ്ഞുങ്ങളോട് പറയും അവനൊന്ന് കുത്തി നോക്കി അവൻ മരിച്ചോന്ന്. ചിലപ്പോ സഭക്കാരെ ഏൽപ്പിക്കും, സഭയിൽ ഇഷ്ടം പോലുണ്ട് ആൾക്കാരെ കുത്താൻ. അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കുത്തി നോക്കും, കാലിലും കയ്യേലും നെഞ്ചൊക്കെ ഒക്കെ കുത്തി നോക്കിയിട്ട് അവൻ മരിച്ചോ നോക്കും. എന്തിനാ വെച്ചേക്കുന്നേ? നമ്മൾ മരിക്കാനാ, വീണ്ടും വീണ്ടും മരിക്കണം. മരിച്ച് അനക്കം ഇതൊക്കെ സംഭവിച്ചാലും അനക്കമില്ലാതെ വരുന്നൊരവസ്ഥ എന്നെ കൊണ്ട് എപ്പോഴും പറ്റുന്നില്ല. ചിലപ്പോഴൊക്കെ പ്രതികരിക്കേണ്ട രീതിയിലൊക്കെ ചിലപ്പോൾ പ്രതികരിച്ചു പോകും. അതിനൊക്കെ മരിച്ചിട്ടില്ലെന്ന പൂർണ്ണമായി നമ്മൾ ആ മരണത്തിലേക്ക്, കർത്താവിന്റെ മരണത്തോട് പൂർണ്ണമായി നമ്മൾ അനുഭവപ്പെടും.